ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറും കറിയും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നൈറ്റ് എന്തെങ്കിലും ബീഫൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നൈറ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞായറാഴ്ച പിന്നെ സ്പെഷ്യൽ പരിപാടികളും പണികളും ഒക്കെ ആയിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും, സമയമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാങ്ങയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് മാങ്ങ വീട്ടിലുണ്ടായി വെക്കുമ്പോൾ നേരവുമില്ല, മാങ്ങ അച്ചാറും ഇട്ടിട്ടില്ല, ഇതുവരെ അച്ചാർ ഇട്ടിട്ടില്ല കേട്ടോ. വേറെ എവിടുന്നാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും, അച്ചാറിടാനും കാര്യത്തിനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ. അപ്പോൾ മുറ്റത്തുണ്ടായത് വെക്കുമ്പോൾ അതിനൊന്നും ഒരു ഉഷാറും ഇല്ല കേട്ടോ ഉണ്ടാക്കാനൊന്നും. അപ്പം ഇന്ന് ഏതായാലും ഞായറാഴ്ച കുറച്ചൊരു സമയം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി കടുക് ഇതൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് മുരിമുരിയേനാവണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടാൻ നേരമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കിച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പോഴാണ് കേട്ടോ അത് അച്ചാർ ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് കണ്ടു. അപ്പോൾ പിന്നെ എന്നാൽ അത് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ ബത്തേരി പോയി വന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നേരം വൈകുകയാണെങ്കിൽ പിന്നെ ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയതാണ്. ഭക്ഷണമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് തിന്നാന്ന് വെച്ചിട്ട് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ബസ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഉമ്മ ഉപ്പയൊക്കെ അങ്ങനെ പോയിട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് വന്നു. അപ്പോൾ കുറച്ച് പിന്നെ എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കൂട്ടിയിട്ട് അതൊക്കെ തിന്നിട്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ പിന്നെ മസാലകളൊക്കെ ഒന്ന് ഇട്ട് മാങ്ങയും ഒന്ന് പിന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാങ്ങ അങ്ങനെ പിന്നെ അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുത്തപ്പോൾ അച്ചാറിട്ടപ്പോൾ പറയുന്നുണ്ട് അലിഞ്ഞു പോകുന്നില്ല, അങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കുന്ന ഒരു മാങ്ങയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ ആദ്യമായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് അലിയുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് സുർക്കയെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് പിന്നെ കഞ്ഞിക്ക് ചമ്മന്തി അരക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരി മുളക് നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും പിന്നെ കാന്താരി മുളകും മാങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു തേങ്ങ വേണ്ട, നെഞ്ഞരിയും, അപ്പോൾ തേങ്ങ അല്ലാതെ അരക്കുകയാണെങ്കിൽ അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാന്താരി മുളക് അങ്ങനെ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ മുല്ല ചെടിയിൽ ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തട്ടുമുല്ലയാണ്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വീടെടുത്ത സമയത്ത് കൊണ്ടുവന്നിട്ട് ഒരു തൈ വെച്ചതാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇപ്പോൾ വിത്തറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ കാനലായതുകൊണ്ട് ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പിരിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് ഇതിൽ പൂ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല പൂ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലാദ്യം നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ മാത്രം പൂവും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂൾ ലീവിനൊക്കെ പോകുന്ന സമയത്ത് മക്കൾ പറിച്ചിട്ട് ഞാനങ്ങനെ പൂ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. ആ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ മുല്ലേ ഇല്ല കേട്ടോ. അപ്പോൾ വിത്തറ്റ് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു തൈ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ മുന്നിലുള്ള ബുഷൊക്കെ കുറച്ച് ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ വെട്ടാൻ പറഞ്ഞത് ഉണങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ചുള്ളലെടുത്ത് കത്തിക്കാമല്ലോ, അപ്പോൾ അങ്ങനെ വെട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിഞ്ഞ് ഇല കുടഞ്ഞിട്ട് നമുക്കെടുത്ത് വെച്ചാൽ കത്തിക്കുകയും ചെയ്യാം. അപ്പോൾ പച്ചമാങ്ങയും ചെറിയുള്ളിയും കാന്താരി മുളക് ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരക്കുന്നത്. തേങ്ങ ഇടാതെ എനിക്ക് ചമ്മന്തി അരക്കാനേ അറിയില്ല. ഇതിൻ്റെ 2 ദിവസം മുന്നേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ തേങ്ങ അല്ലാതെ പിന്നെ ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ എന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പറഞ്ഞ പോലെയാണ് കേട്ടോ. എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിന്ന് നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ.
അപ്പോൾ ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഞ്ഞിക്ക് കുറച്ച് ചമ്മന്തി കോരിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ അച്ചാറും കുറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും പഴങ്കഞ്ഞി നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ മോളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതിനൊരു സമയമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റിയ പോലത്തെ ഒരു ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പിന്നെ മീൻ കറി വെച്ചിട്ട് ഒരു ദിവസം പാത്രം കഴുകി ചെറിയൊരു പാത്രം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് പാത്രം വലിച്ച് എടുത്തപ്പോൾ ചട്ടി അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മാങ്ങച്ചാറും മാങ്ങ ചമ്മന്തിയും പിന്നെ 2 പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ടാണ് ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ കഞ്ഞി കുടിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കാനൊന്നും നമുക്കങ്ങനെ തോന്നില്ലല്ലോ. അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സുഖം കിട്ടും കേട്ടോ. അധികേറും ഞായറാഴ്ചകളിൽ കഞ്ഞിയാണ് കേട്ടോ കുടിക്കാറ്. വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ മക്കൾക്കാണെങ്കിലും കഞ്ഞിയൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.